ഹായ്, എല്ലാവർക്കും കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു പലഹാരമാണ്. ഇത് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞു വെക്കുക. പിന്നെ ഒരു പാനിലേക്ക് ഞാനിവിടെ 1.5 സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യിൻ്റെ അളവിൽ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിലേക്ക് ഞാൻ ഈ അരിഞ്ഞ നേന്ത്രപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നെയ്യിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ ഞാൻ ഇതിലേക്കൊരു 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ നേന്ത്രപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചും അതുപോലെ ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങയുടെ അളവിനനുസരിച്ചും വ്യത്യാസം വരും. അതൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ട് മൂക്കുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യരുത്. അപ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരുവിധം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വഴണ്ടേണ്ട ആവശ്യമില്ല. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒരു 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിനു വേണ്ടി നിങ്ങൾ ഗോതമ്പ് പൊടി തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അരിപ്പൊടി ആയാലും എടുത്താൽ മതി. ഞാനിവിടെ ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയാണ്. അപ്പം അത് നമുക്ക് അരിപ്പൊടിയും കൊണ്ടാണ് എല്ലാവരും കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. അരിപ്പൊടിയും കൂടെ ഉണ്ടാക്കുമ്പോഴത്തേനും നിങ്ങളതിലേക്ക് തിളച്ച വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞാൻ വെള്ളത്തിലേക്ക് ഉപ്പിട്ടതിന് ശേഷമാണ് കേട്ടോ അതൊന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ബോൾ പോലെ എടുത്തിട്ട് അതൊന്ന് ഉണ്ട ഉരുട്ടാം. അതിനുശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് 1 സ്പൂണോ അല്ലെങ്കിൽ ചെറിയൊരു ഉരുളയോളം ഫില്ലിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ അരികത്തൊക്കെ കുറച്ച് ഷേപ്പിലും ഭംഗിയിലൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫോർക്കും കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ആക്കിയതിന് ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ കൊഴുക്കട്ട നമ്മൾ നോർമലി അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ പഴം ചേർക്കണമെന്നില്ല. ഇതിലേക്ക് തേങ്ങയും പഞ്ചസാരയും മാത്രം ചേർത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. നോർമലി നമ്മൾ അങ്ങനെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. പിന്നെ പഴം കൂടെ വെച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർത്തിട്ട് ഇതുപോലെ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾ എൻ്റെ മറ്റുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ പോയി ഒന്ന് കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കൊഴുക്കട്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവരുടെ നാട്ടിലും ഇത് തന്നെയാണോ പറയണേന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും ആണ് പറയുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതെല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് മാവ് കൊണ്ട് 6 എണ്ണമാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ അപ്പച്ചമ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ ഉണ്ടാക്കിയതെല്ലാം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഒരു 15-20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന പഴമൊക്കെ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.